ഹായ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ചൊരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ നാളായി ഞാൻ ട്യൂഷൻ ക്ലാസ് കാണിച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ആ ഒരു വ്ളോഗ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതിനുള്ള സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് രസകരമായ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് മുടിയൊന്നും ചെയ്യാറില്ല. സാധാരണ മുടി ഇങ്ങനെ തന്നെ റഫായിട്ട് ഇടാറാണ് പതിവ്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കാണാം നല്ല ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് മുടി വെട്ടണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇന്നൊന്നും നടക്കില്ല. കുറച്ചൊക്കെ നമുക്ക് ഒഴിവുള്ള സമയം നോക്കിയിട്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട്, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് റിഷാനെ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ വിഹാന് പനിയായ കാരണം കൊണ്ട് റിഷാൻ ഒറ്റയ്ക്ക് പോകാനായിട്ട് അവന് മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആണ്. അപ്പോൾ ആദ്യം അവനെ സ്കൂളിൽ കൊണ്ടാക്കണം. സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം അഗെയിൻ. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ലോഗ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ട്യൂഷൻ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ ഗൈസ്, വിഹാൻ പനിയായ കാരണം വിഹാൻ സ്കൂളിലേക്കൊന്നും പോകുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വീഡിയോ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചൊറിയൻ എവിടേക്കാ പറഞ്ഞേ? ഇതെന്താ സംഭവം? പറയ് ഇതെന്താ സംഭവം? റിഷാന്റെ സ്കൂളിലേക്കുള്ള ലഡു, മണ്ണിന്റെ ലഡു അല്ലേ? മണ്ണിലിങ്ങനെ വിത്ത് ഇങ്ങനെ എന്താണ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിങ്ങനെ പറമ്പിലേക്ക് നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് ഏതെങ്കിലൊക്കെ പറമ്പിൽ ഇത് മുളയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ കുറെ ചെടികൾ നടുക. വിഹാന്റെ മുളപ്പിച്ച ചെടികൾ പയർ വിത്തുകൾ മുളച്ച് ഇപ്പൊ ഏകദേശം ചെടി. ഇത് തുണിയിലും ഇത് എന്താണ് മണ്ണിലും. മണ്ണതിന്റെ അടിയിലുണ്ടാവും, പക്ഷെ അത് തുണി കൂടെ അല്ല വന്നിട്ടില്ല. ഇപ്പൊ അല്ലല്ലോ, പഞ്ഞിയിൽ മുളപ്പിച്ചതും പിന്നെ മണ്ണിൽ മുളപ്പിച്ചതും ഇപ്പൊ രണ്ടും നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട് ഗൈസ്. റിഷാനേക്കാളും വലിയ ചെരുപ്പിട്ട് നടക്കുകയാണ് പൂക്കൾ പറിക്കാനായിട്ട്. ഓണമായിട്ടില്ല ചെക്ക. ഓ, അപ്പൊ നമ്മള് പറമ്പിലുള്ള പൂക്കൾ കൊണ്ടുവരണല്ലേ? ഓക്കെ. പിന്നെ ഈ മണ്ണ് ലഡുവില് നമ്മൾ എന്ത് നിറച്ച് വെച്ചിട്ടുണ്ട്? വിത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് പറമ്പിലേക്ക് എറിയുമ്പോ അവിടെ പോയിട്ട് എന്തുണ്ടാവും? മുളയ്ക്കും. ഏത് ലഡു എന്ന് വെച്ചാൽ തിന്നു അത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, മണ്ണിന്റെ ലഡു എന്നുള്ളത്. തിന്നരുത്. ഓക്കെ. എന്തറ നിനക്ക് വേണ്ടത്? പോട്ടെ, ഈർഷാനെ സ്കൂളിൽ കൊണ്ടാക്കട്ടെ, നേരം വൈകി. ബാഗിൽ വെച്ചാൽ അത് നാശവും, പൂവൊക്കെ നാശവും. പോട്ടെ കങ്കാരുകുട്ടി. അതാ സൈഡിൽ വെക്കാം. പോവാ, നമുക്ക് പോവാ. ഞങ്ങൾ പോയിട്ട് വരാൻ പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ റിഷാൻ സ്കൂളിലെത്തി ഗൈസ്. നമ്മളങ്ങനെ റിഷാനെ സ്കൂളിലാക്കിയിട്ട് എത്തിയിരിക്കുകയാണ്. വിഹാനോടെ മൊബൈലില്ലാണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചോ വിഹാൻ? കഴിച്ചോ? മൊബൈലില്ലാത്ത ആരോണ്ട് വെറുതെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് കുട്ടി. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. അനാവശ്യത്തിന് ഉപയോഗിക്കണം ആര് പറഞ്ഞേ? നിന്നെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ അന്വേഷിക്കണ്ടായിരുന്നു. എന്നാ എത്തണേ? അല്ല എന്നാ പോണേ? അതറിയില്ല. അങ്ങനെ നമുക്ക് ഇനി കുറച്ചുകൂടി പരിപാടികളുണ്ട്. പുറത്തൊക്കെ പോകണം. പുറത്തൊക്കെ പോയിട്ട് പെട്രോൾ അടിക്കണം. പിന്നെന്താ, പിന്നെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് പോകണം. അപ്പോൾ ബൈ ഗൈസ്. ഇന്നലെ വിഹാനോടെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച സാധനങ്ങളാണ് കാണുന്നത്. എന്തൊക്കെയുണ്ട് വിഹാന്? പിക്കാച്ചു,
പോക്കിമോൺ കാർഡ്സ് ആണ് ഇവര് ഭയങ്കര ഇഷ്ടമാണ് പോക്കിമോൺ കാർഡ്സ്. പക്ഷെ വെറുതെയാണ് ഇതൊക്കെ ലോക്കൽ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നതൊക്കെ. ഇവരൊക്കെ ഒറിജിനൽ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ആ ഒറിജിനൽ എന്തായാലും അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിച്ച സാധനങ്ങളാണ്. എന്ത് ബ്രഷ് വാങ്ങിച്ചു കാണിക്ക. ഇവന് ഭയങ്കര ഡ്രോയിങ് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ബ്രഷ് വാങ്ങിച്ചു. അത് പല്ലേക്കുള്ള ബ്രഷ്. യാതൊരുത്തെ ഫാബ്രിക്. പിന്നെ ഇത് ഫാബ്രിക് പെയിന്റ് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ബോക്സ്. പിന്നെന്താ ഇതങ്ങനെ ഇവിടെ തുറക്കാന്ന് വാങ്ങിക്കും. ഫാബ്രിക് പെയിന്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഉപയോഗിച്ചിട്ട് ഏകദേശമൊക്കെ നിരപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആശാന്മാർ. സ്കൂളിൽ പോകാത്ത ആരുണ്ട് പ്രത്യേകിച്ച് നേരം പോക്കായിട്ട് ഉള്ള പരിപാടികളാണ് ഇതൊക്കെ. വിഹാന്റെ കലാവിരുതുകൾ. എന്താണത് വൈറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പാരി പൂശി വെച്ചിട്ടുള്ളടാ നീ. എന്താ വരയ്ക്കാൻ പോണേ? പോസ്റ്റാ? ഇലക്ട്രിക് പോസ്റ്റാണത്? എനിക്ക് മനസ്സിലായത് അതാ. ഓക്കെ ഗൈസ്, ഞാൻ മാമ പോയിട്ട് വരാം കേട്ടോ, പുറത്ത് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. ട്യൂഷൻ ക്ലാസ്സിൽ ഇപ്പോൾ 3 മണിക്ക് ചെറിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ധനൂനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ പുതിയൊരു കുട്ടിയുണ്ട് നമുക്ക്, പാറു. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണിപ്പോൾ. അപ്പോൾ അവർ വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലെ 2 അതിഥികൾ ആദ്യമായി വന്നിരിക്കുകയാണ്. പേര് അതിഥി പാറു. പിന്നെയാണ് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ആരാ? ധനു. യെസ്, ധനു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളത്തെ ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ എക്സാം ഉണ്ട് ഇവർക്ക്. അപ്പൊ ഫ്രൈഡേ എക്സാം എല്ലാ ദിവസവും ഇവർക്ക് എല്ലാ വീക്കിലും അല്ല, മൺഡേ ഉണ്ട്, അത് വേറെ. നാളെ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ ഫ്രൈഡേക്ക് ഇവർക്ക് എക്സാമുകൾ ഇവരുടെ സ്കൂളിൽ മാത്സ്, ഇംഗ്ലീഷ്. അപ്പോൾ ആ വീക്കിൽ എടുത്തിട്ടുള്ള ഒരു പോർഷൻസ് ഒക്കെ വീക്കെൻഡിൽ എക്സാം നടത്താറുണ്ട്. അപ്പോൾ അത് ഇരിക്കുകയാണ് അല്ലേ? ആർ യു റെഡി? യെസ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ വീഡിയോ എടുത്തത്. ധനുവിനെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ പാറുവിനെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരിക്കുക. ഒരു ഹായ് കൊടുക്ക്. ഹായ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് വരാം. പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വരും. കുറച്ച് സമയം കഴിഞ്ഞോട് കൂടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ എല്ലാം കൂടി വീഡിയോ എടുക്കാനായിട്ട് ഇന്ന് സമയമുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും ചെറിയ രീതിയിൽ എന്താ പറയുക, വ്ളോഗുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളൊന്ന് പഠിച്ചിട്ട് വരാം അല്ലേ? നമ്മളൊന്ന് പഠിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് ഒന്ന് ബൈ ഹാർട്ട് പറഞ്ഞേ. എന്തായിരുന്നു നേരത്തെ പഠിച്ചേ? ക്വസ്റ്റ്യൻ ഞാൻ പറയണോ? വാട്ട് ഡിഡ് അമിത്സ് മദർ ഡു ടു മേക്ക് ഹിം ഹാപ്പി? അമിത്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടി അവന്റെ മദർ എന്താ ചെയ്തേ? To make him happy. ധനു ഒന്ന് പറഞ്ഞടാ, മര്യാദക്ക് ഇരിക്കടാ. അവൻ പറയട്ടെ. For Amit to make him happy. Very good. ഞാൻ ആക്ച്വലി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ വ്ളോഗുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈസ്കൂള് മുതൽ മേലേക്കുള്ള ക്ലാസ്സുകൾ +2 വരെയാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നീട് നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ അടുത്തുള്ള കുറേ അറിയാവുന്ന ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അനിയത്തി വീട്ടിലെടുക്കുന്നുണ്ട് ട്യൂഷൻ, അത് ചെറിയ കുട്ടികൾക്കാണ്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ചെറിയ കുട്ടികൾക്ക് ഇവിടെ എടുത്തു തുടങ്ങിയത്. വളരെ പ്രയാസമാണ് ചെറിയ കുട്ടികൾക്ക് എടുക്കാനായിട്ട്. വലിയ ആൾക്കാർക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ ഒരു ടോപ്പിക്ക് അങ്ങനെ പെട്ടെന്ന് നീക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഒപ്പം ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഇവരുടെ ഹോം വർക്ക്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ഇതാണ്. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. ഹലോ.
നിന്നെ ഞാൻ പെടുത്തിയിട്ടില്ലല്ലോ ഇതുവരെ, ബ്ലോഗിൽ പെടുത്തിയിട്ടില്ലല്ലോ എന്നെ. പ്രേമ പൂജാരി ഇതാരത്? ഈ ചേട്ടനാണ് നമ്മുടെ പ്രേമേട്ടൻ, കരാട്ടെ മാസ്റ്ററാണ്. ഏതാ സിൽവർ അല്ലേ? സിൽവർ മെഡൽ അടിച്ചു ചേട്ടൻ. എന്താ ചേട്ടൻ്റെ പേര്? ചേട്ടൻ്റെ പേര് പ്രേം. ആ, അപ്പോൾ ചേട്ടന് മാത്സ് പഠിക്കാണ്ട് കേട്ടോ. മാത്സ് പഠിക്കട്ടെ കേട്ടോ. ഓൻ്റെ എല്ലാം പഠിച്ചു തന്നെയല്ലേ? ആണോ? പഠിച്ചു തന്നെയല്ലേ? യെസ് പറയും. യെസ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചിട്ട് കാണാം കേട്ടോ. ഇവൻ ജിമ്മൻ അഭിഷേക്, ഇവൻ കരാട്ടെ പ്രേം, നീ ഷൂട്ടർ അശ്വിൻ. ഇവിടെ എല്ലാം കലാകായികമായിട്ടുള്ള മേഖലയിൽ വിടുന്ന ആൾക്കാരാണ്. ഇവിടെ ബിസിനസ് ടൈക്കൂൺസ് പ്രവീഷ്, അർജുൻ, അനിൽ, നിങ്ങളടാ ബിസിനസ്സുകാർ. ഇവരടാ വിഷ്ണു പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാരടാ? ആരടാ അർജുന പൈസ ഉണ്ടാക്കുന്ന ആൾക്കാര്? പ്രവീഷ് സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു സുഹൃത്തുക്കളെ. ഹോം ട്യൂഷൻ എടുക്കറാ, ബുക്ക് എടുക്ക്. എടുത്തോ, എടുത്തോ. എന്താ പരീക്ഷ കണ്ടെന്ന് ആദ്യം കിട്ടി, ബാക്കിയുള്ള 8 കിട്ടിയില്ല എന്നല്ലേ ഉദ്ദേശിച്ചത്? നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നു? മാത്സും ഫിസിക്സും ആയിരുന്നു. ഞാനിപ്പോ തന്നെ മറ്റേ കഥാ തിരക്കഥ സംവിധാനം എന്ന് പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യണ പോലെ എല്ലാം നമ്മൾ തന്നെ അല്ലേ. മാത്സ് ഇവിടെ ക്ലാസ് എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ ഞാനായിരുന്നു. അതെ, ടെക്സ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ ഇന്നലെ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ എന്ത് കിട്ടും? ആൻസർ നല്ല പോലെ കിട്ടും. അത് ഇന്നലെ ഇവിടെ ചെയ്യാനായിട്ട് ഒരു തപ്പലും ഇതൊക്കെ ആയിരുന്നു. നീ നിന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് തെറ്റിക്കും. പിന്നെ വരച്ചൊടങ്ങി, കയ്യും കാലും വായൊക്കെ വരച്ചടങ്ങി. പിന്നെ കിട്ടുന്നില്ല. 6ാമത്തെ നിനക്ക് കൂളായിരുന്നു അല്ലേ? എല്ലാം കൂളായിരുന്നു. 6ാമത്തെ 5ാമത്തെ മാത്രം ബാക്കിയൊക്കെ കിട്ടിയ എനക്ക്. ഇക്വേഷൻസ് ചെയ്തിട്ട് കാര്യം, ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് എക്സിന്റെ വൈൻഡൊക്കെ വാല്യൂ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ലാസ്റ്റത്തെ എക്സ് is equal to പിന്നെ വൈ is equal to അങ്ങനെ ഇതില്ലേ, ലെങ്ത് ബ്രെഡ്ത്ത്. എനിക്കറിയില്ല, ഞാനേ എല്ലാ കണക്കൂടെ ചെയ്തിട്ടുള്ളതാ. അതായത് ആകെ കൂടി നമ്മള് 2 പ്രോബ്ലം മാത്രമാണ് ചെയ്യാതിരുന്നുണ്ടാവുള്ളൂ. ഈ 5ാമത്തെ മറ്റേ S=UT + ½ AT² എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷനുള്ള ഒരു സംഭവമില്ലേ, അത് വരില്ല. ഞാൻ പറഞ്ഞിരുന്നു ആ സംഭവം വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ വരില്ല. ബാക്കിയുള്ള നമ്മൾ ചെയ്ത മോഡലുകളൊക്കെയാണ് വരിക. അപ്പൊ അത് തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതായിരുന്നു. അത് വരെ തെറ്റിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആദ്യം അതൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല. അതിപ്പോഴും ചെയ്ത് ശരിയാണോ തെറ്റണോ എന്നുള്ളത് പേപ്പർ വരും പറയാം, ബാക്കി ഭാഗ്യങ്ങൾ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതായിരിക്കും ബയോളജിയിൽ. ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ പറഞ്ഞു പോയത് ഇമ്പോർട്ടന്റ് അല്ല. നാളെ ബയോളജി. ഓക്കെ, വെരി ഗുഡ്. അല്ല, ഇത് കഴിഞ്ഞതല്ലേ? പിന്നെന്താ ഇല്ലാതെ ഈ എടുക്കാണെന്ന് പറയണേ? പഠിക്കാണ്ടെന്നല്ലേ? ഞാൻ ചോദിക്കാം. ഞാൻ ഓരോ ടോപ്പിക്കുകളുടെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്നിട്ട് അത് വീണ്ടും പഠിച്ചിട്ട് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങളത് പഠിച്ചു പോവല്ലോ. ഇതില് ഈ സംഭവം പഠിക്കാനുള്ളതാ. ബയോമോളിക്യൂൾസിലെ 4 ഉണ്ട് അല്ലേ? കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ഇതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്താണ്ട. കാർബോഹൈഡ്രേറ്റ്സില് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, എല്ലാം ഓസ് എന്നുള്ളത് ഓർത്താൽ മതി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറയുന്നത് എന്താ? ഷുഗറാണ്. ഷുഗർ, സുക്രോസ് എന്നൊക്കെ പറയുന്നത് തന്നെ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അന്നജം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലിപ്പിഡ്സിൽ എന്ന് പറയുന്നത് ഫാറ്റും ഓയിൽസും ആണ് വരുന്നത്.
പിന്നെ പ്രോട്ടീൻസിൽ വരുന്നത് എൻസൈംസ്, ഹോർമോൺസ്, ആന്റിബോഡീസ്, പിന്നെ ന്യൂക്ലിക് ആസിഡിലെ DNA-യും RNA-യും. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെയൊക്കെ തുടർച്ച എന്നുള്ള രീതിക്ക് എന്തൊക്കെയാണ് എൻസൈംസ്, ഹോർമോൺസ്, മെറ്റാബോളിസം ആക്ടിവിറ്റീസിൽ അതിൽ എന്തൊക്കെ വരുന്നു, അതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അമീബ, ആനിമൽസ്, പ്ലാന്റ്സ്, ഇതിൻ്റെയൊക്കെ സെല്ലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫുഡ് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്നും നിങ്ങൾ കാണാതെ ഇപ്പം തന്നെ പഠിക്കട്ടോ. അമ്മേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോവാണ്, നാളെ പരീക്ഷയ്ക്ക് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ ബൈ. ഞാൻ വീട്ടിൽ പോവാം. ഫാനും ലൈറ്റൊക്കെ ഓഫ് ചെയ്തോ. പോവാണ്. എക്യുപ്മെൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. എടുത്ത് മരം മണ്ടക്കിടാനും ഇവന്മാരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ. ലൈറ്റ് ഓഫ് ചെയ്തോ. കത്തി. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് എത്തി. കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ടച്ചൊക്കെ പോയി. പിന്നെ അവിടുന്ന് ഇതൊക്കെ അങ്ങനെ പറക്കിയെടുത്തു കുറേ വീഡിയോസ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാനും പറഞ്ഞു. ഞാനിന്ന് കുറേ പുറത്തേക്കൊക്കെ പോയിരുന്നു. അക്ഷയയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് അവിടെ തിരക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ മറന്നുപോയി. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, അവിടുത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാമായിരുന്നു. പോട്ടെ, കാരണം ടച്ചൊക്കെ പോയ ആരോണ്ടായിരിക്കാം. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും എല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുന്നു. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ഇതിൻ്റെ എന്താ പറയുക വീഡിയോ അവസാനിപ്പിക്കുന്ന ഈ ഒരു ബൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വളരെ ബോറൻ വ്ളോഗായിരിക്കും മിക്കത്, എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പോൾ എൻ്റെ എല്ലാം ഞാൻ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിലാണ്. എൻ്റെ വേറൊരു ഫോണിലായിരുന്നു, എൻ്റെ പ്രൈമറി ഫോൺ എന്ന് പറയുന്നത്. അതിലാണ് ട്യൂഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ആ ഫോൺ കേടായോട് കൂടിയിട്ട്, അത് സാംസങ്ങിൻ്റെ A70 ആയിരുന്നു. അതിപ്പോൾ കേടായി. ഏകദേശം ഒരു 5 വർഷത്തോളമായി എൻ്റെ കയ്യിലുള്ളത്. അത് ഇനി ഞാൻ നന്നാക്കി അതിൽ തന്നെ ഒരു 10-12,000 രൂപയോളം ഞാൻ അതിൽ ചിലവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വീണ്ടും ചിലവാക്കിയതൊരു മണ്ടത്തരമായിരിക്കും. അപ്പോൾ ഈ പുതിയൊരു ഫോൺ വാങ്ങിക്കണം. അപ്പോഴാണ് ഇതിലുള്ള മെമ്മറിയൊക്കെ, ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മെമ്മറിയൊക്കെ ഭയങ്കരമായിട്ട് ഫുള്ളായ പോലെയാണ്. അപ്പോൾ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ബൈ.